സാറേ, ഇനി ഒരു കഥേമമയിലേക്ക് പോയാലോ? അതായത് ഇപ്പോൾ ഈ മൊസാദിൻ്റെ ചില ആസൂത്രണവും പദ്ധതിയൊക്കെയാണ് പ്രേക്ഷകർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ ഇറാനെതിരെ അങ്ങനെ മൊസാദ് നടത്തിയ എന്തെങ്കിലും ഓപ്പറേഷനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളോ ചാരപ്രവർത്തനങ്ങളുടെയൊക്കെ കഥകളുണ്ടെങ്കിൽ നമുക്കത് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെച്ചൂടെ? ഇപ്പോഴത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മൊസാദിൻ്റെ ഒരു ഓപ്പറേഷൻ പറയാം. അത് ഇറാനോ മൊസാദോ ഇതുവരെ സമ്മതിച്ചിട്ടില്ല അവരാണ് ചെയ്തത് എന്ന്. അത് മൊസാദിന്റെ ഓപ്പറേഷനുകളൊന്നും അങ്ങനെ സമ്മതിക്കാറില്ല. അവർ സമ്മതിക്കില്ലല്ലേ, ഞങ്ങൾ ചെയ്താണ്. അതൊക്കെ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ പുസ്തകങ്ങളിലൊക്കെ വരുവൊക്കെയാണ് ചെയ്യുക. ഇത് 2010, 2020 കാലത്ത് 5 ശാസ്ത്രജ്ഞന്മാരെ, ആണവ ശാസ്ത്രജ്ഞന്മാർ, അതായത് ആണവ ബോംബ് ഇറാൻ ഉണ്ടാകരുത്, ആണവ ബോംബ് ഇറാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മിഡിൽ ഈസ്റ്റിൽ വലിയ പ്രശ്നമായിരിക്കും, ഇസ്രയേലിന് വലിയ ഭീഷണിയുമായിരിക്കും, പിന്നെ ഇസ്രയേലിന് അവിടെ നിലനിൽപ്പുണ്ടാവില്ല. അത് അമേരിക്കയ്ക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ ആണവ ബോംബ് വികസിപ്പിക്കുന്നതിൽ ഏർപ്പെട്ടിരുന്ന ആണവ ശാസ്ത്രജ്ഞന്മാരെ ഒക്കെ ഉന്മൂലനം ചെയ്തു. പ്രധാനമായിട്ടും 5 ശാസ്ത്രജ്ഞന്മാരെ ഉന്മൂലനം ചെയ്തത് മൊസാദാണെന്നുള്ളത് ഉറപ്പാണ് 2010, 2020. പക്ഷേ 2007 ഒരു ആണവ ശാസ്ത്രജ്ഞൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് മൊസാദാണോ കൊന്നത് അതോ ഈ ഇറാൻ്റെ പട്ടാളം തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ആ കൊല്ലപ്പെട്ട ആളുടെ കുടുംബം പറയുന്നത് അത് പട്ടാളം തന്നെ ചെയ്തതാണ് എന്നുള്ളതാണ്. പിന്നെ ഒരു ശാസ്ത്രജ്ഞനെതിരെ ആക്രമണം നടന്നു, പക്ഷെ അദ്ദേഹം കൊല്ലപ്പെട്ടില്ല. ഓപ്പറേഷൻ സെയിം ആയിരുന്നു, പക്ഷെ കൊല്ലപ്പെട്ടില്ല. അപ്പോൾ 7 ശാസ്ത്രജ്ഞന്മാർക്കെതിരെ ആക്രമണം നടന്നു, 6 പേര് കൊല്ലപ്പെട്ടു. അതിൽ ഒരാളുടെ കാര്യത്തിൽ മൊസാദാണോ എന്നുള്ള സംശയമുണ്ട്. 5 ആണവ ശാസ്ത്രജ്ഞന്മാരെ തീർത്ത് കളഞ്ഞത് മൊസാദാണെന്നുള്ള കാര്യം ഉറപ്പിച്ചതാണ്, സ്ഥിരീകരിച്ചതാണ്. ആ 5 ശാസ്ത്രജ്ഞന്മാരുടെ പേര് മസൂദ് അലി മൊഹമ്മദി, മജീദ് ഷഹരിയാരി, ദാരിയോഷ് റോസ നിജാദ്, മുസ്തഫ അഹമ്മദി റോഷൻ, മൗസൻ ഫക്രിസാദി. ഫക്രിസാദിയെ പറ്റി മുമ്പൊരു ചർച്ചയിൽ നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. ഫക്രിസാദി എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ അവിടുത്തെ പട്ടാളത്തിലെ ചാരസംഘടനയിലും അംഗമായിരുന്ന പ്രൊഫസറാണ് അദ്ദേഹം, ഫക്രിസാദി എന്ന് പറഞ്ഞ ആള്. അപ്പോൾ റോസ നിജാദ് എന്ന് പറഞ്ഞ ആളെ ഇതിൽ മോട്ടോർ ബൈക്കിൽ വന്നവർ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. ഷഹരിയാരി, റോഷൻ എന്നിവരെ അവരുടെ കാറിൽ അവർ യാത്ര ചെയ്യാനൊക്കെ ഒരുങ്ങുമ്പോൾ അവരുടെ കാറിൻ്റെ ഡോറിൽ മാഗ്നറ്റിക് ബോംബ് അറ്റാച്ച് ചെയ്തിട്ട് ആണ് കൊന്നത്. ഒരാൾ ബൈക്കിൽ വരുന്നു, ബോംബ് കൊണ്ട് അറ്റാച്ച് ചെയ്യുന്നു വാതിലിൽ. മാഗ്നറ്റ് ഉണ്ടായില്ല, കാന്തം ഉള്ളത് കൊണ്ട് ലോഹമാണ് പറ്റിയിരിക്കും, മാഗ്നറ്റിക് ബോംബ്. അങ്ങനെയാണ് ഷഹരിയാരി, റോഷൻ എന്നിവരെ കൊന്നിട്ടുള്ളത്. ഓരോരുത്തരെയും കൊന്നതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ അതുകൊണ്ടിപ്പോൾ മൊസാദ് വകവരുത്തി എന്നുള്ളത് അറിയാം. ഫോറിദൂൺ അബ്ബാസി എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് ഈ മാഗ്നറ്റിക് ബോംബ് വെച്ചിട്ടും രക്ഷപ്പെട്ട ശാസ്ത്രജ്ഞൻ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഓപ്പറേഷൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കറിയാം. ഇത് ഇസ്രയേലാണ് ചെയ്തതെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. 2011, 2012 കൂടുതലും നടന്നത്. അപ്പോൾ അവിടെ ഇതിലുമൊക്കെയായിട്ട് ഇതൊക്കെ ചെയ്തവരായിട്ട് അറസ്റ്റ് ചെയ്തത് ജൂതന്മാരെ അല്ല. ഈ സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇറാൻ അറസ്റ്റ് ചെയ്തവർ ഇറാനികൾ തന്നെയാണ്. അതായത് മൊസാദ് ഇറാനികളെ തന്നെ അവിടെ ചാരന്മാരായിട്ട് വളർത്തിയെടുക്കുന്നുണ്ട്. ഈ ഓപ്പറേഷന് വേണ്ട മെറ്റീരിയൽസ് ഒക്കെ കൊടുക്കുന്നുണ്ടാവും, ഈ മാഗ്നറ്റിക് ബോംബ്. പക്ഷേ ഈ ചെയ്യുന്നതൊക്കെ ഇറാൻ പൗരന്മാർ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ മൊസാദിന് വേണ്ടി ഈ ആണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് പടിഞ്ഞാറ്, അതായത് വെസ്റ്റിലുള്ള അമേരിക്ക, യൂറോപ്പിലുള്ള ചാരസംഘടനകളും അമേരിക്കൻ ഉദ്യോഗസ്ഥരുമൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് മൊസാദാണ് ചെയ്തതെന്ന്. പ്രതിരോധ മന്ത്രി മോഷെ യാലോൺ പറഞ്ഞിട്ടുണ്ട്
ഇസ്രയേലിൻ്റെ പ്രതിരോധ മന്ത്രി മോശെ യാലോൺ പറഞ്ഞിട്ടുണ്ട്, ആണവശക്തിയുള്ള ഇറാനെ ഞങ്ങൾ സഹിക്കുന്ന പ്രശ്നമില്ല, അതുകൊണ്ട് ആണവശക്തി അവർക്ക് ഇല്ലാതിരിക്കാൻ എന്തും ഞങ്ങൾ ചെയ്യും. ഉപരോധമൊക്കെ ഉണ്ടാകാം, പക്ഷേ ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കേണ്ട ആവശ്യമുണ്ട്. ഉപരോധം കൊണ്ട് മാത്രം, അതായത് ഞങ്ങൾക്കെതിരെ ഉപരോധം വന്നോട്ടെ, ഞങ്ങൾ ഇറാനെതിരെ പ്രതികരിക്കും എന്നുള്ളതാണ്. അപ്പോൾ 2013 ഈ ആണവ ശാസ്ത്രജ്ഞന്മാരെ ഉന്മൂലനം ചെയ്യുന്ന പരിപാടി നിർത്തി. കാരണം ഇത് വികസിപ്പിക്കാൻ കഴിവുള്ള ശാസ്ത്രജ്ഞന്മാരെയൊക്കെ തീർത്തു കഴിഞ്ഞു. പക്ഷെ കാരണം പറയുന്നത് അമേരിക്കയുടെ സമ്മർദ്ദം കാരണമാണെന്നാണ്. അങ്ങനെ അമേരിക്കയുടെ സമ്മർദ്ദത്തിനൊന്നും ഇസ്രയേൽ പലപ്പോഴും വഴങ്ങാറില്ല. അല്ല, ഇസ്രയേൽ വഴങ്ങാറില്ല. ചില കാര്യങ്ങൾ നിർത്തിവെക്കണം എന്ന് പറഞ്ഞാലും ഇസ്രയേൽ വഴങ്ങില്ലല്ലേ, വഴങ്ങാറില്ല. കാരണം എന്താന്ന് വെച്ചാൽ മുമ്പ് ഈ ആണവ നിലയം ഇറാന്റെ ഇസ്രയേൽ ആക്രമിച്ചപ്പോൾ അത് അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് വലിയ എസ്കലേഷൻ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്തുകൂടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ഇസ്രയേൽ വഴങ്ങിയില്ല. അത് ഇപ്പോഴും ബൈഡൻ ഒരു തടസ്സവാദം പറഞ്ഞപ്പോൾ അംഗീകരിച്ചില്ലായിരുന്നു നെതന്യാഹു. അപ്പോൾ ചില കാര്യങ്ങൾ ഇസ്രയേൽ അങ്ങനെ തന്നെ തീരുമാനം എടുത്ത് നടപ്പാക്കും അല്ലേ? അതൊക്കെ നടപ്പാക്കും. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. അമേരിക്ക പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും മിണ്ടാതിരിക്കുമൊന്നുമില്ല. അപ്പോൾ 2013 ഉന്മൂലനം നിർത്തി. അമേരിക്ക അന്ന് ഇറാനുമായിട്ട് ഈ ആണവ ഉടമ്പടിക്ക്, ആണവ ബോംബ് ഉണ്ടാക്കിയാലും സമാധാന ആവശ്യങ്ങൾക്ക് ആണവ സംഭവങ്ങൾ ശക്തി ഉപയോഗിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞൊരു കരാറിന് അമേരിക്ക ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് അമേരിക്ക എതിർത്തിരുന്നത്. ഈ ശാസ്ത്രജ്ഞന്മാരെ കൊന്നത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ പീപ്പിൾസ് മുജാഹിദ്ദീൻ ഓഫ് ഇറാൻ എന്ന് പറഞ്ഞൊരു സംഘടന അവിടെ ശക്തമായിരുന്നു. ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളതാണ്. MEK എന്ന് പറയും അവിടുത്തെ ഭാഷയിലെ ആദ്യത്തെ അക്ഷരങ്ങൾ. പീപ്പിൾസ് മുജാഹിദ്ദീൻ ഓഫ് ഇറാൻ. ആ സംഘടനയെ ഇസ്രയേൽ പണം കൊടുക്കുകയും ഇസ്രയേൽ ആ സംഘടനയ്ക്ക് പണം കൊടുക്കുകയും പരിശീലിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ സംഘടനയിൽപ്പെട്ട പലരെയും ചാരന്മാരൊക്കെ ആയിട്ട് അക്കാലത്ത് വളർത്തിയിരുന്നു. പക്ഷേ ആ സംഘടനയെ പിന്നെ പുറത്താക്കി. ആ സംഘടന ഇപ്പോൾ പ്രവർത്തിക്കുന്ന അൽബേനിയയിലാണ്. പക്ഷെ അൽബേനിയയിൽ നിന്നിട്ടും ആ സംഘടനയുടെ പിന്നെ നേതൃസ്ഥാനത്തൊരു സ്ത്രീയാണ് കേട്ടോ. ആ സംഘടനയ്ക്ക് പക്ഷേ ഇറാനിൽ പല ചാരന്മാരെയും കണ്ടെത്തി കൊടുക്കാൻ പറ്റുമല്ലോ മൊസാദിന്. അപ്പം അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ 2 അമേരിക്കൻ ഉദ്യോഗസ്ഥരെ കൊല്ലാനായിട്ട് ശ്രമിച്ചതായിട്ട് NBC ടെലിവിഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് നിഷേധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ശാസ്ത്രജ്ഞന്മാരെ കൊല്ലാനുള്ള ശ്രമം പറഞ്ഞാൽ 2007 ജനുവരി 15 അർദേഷിർ ഹുസൈൻപൂർ 2007 അതാണ് സംശയമുള്ള കൊലപാതകം എന്ന് ഞാൻ പറഞ്ഞത്. അർദേഷിർ ഹുസൈൻപൂർ പ്രൊഫസറായിരുന്നു. അദ്ദേഹം ഇലക്ട്രോ മാഗ്നറ്റിസം അതിൻ്റെ പ്രൊഫസറായിരുന്നു. അക്കാര്യത്തിൽ വിദഗ്ധനുമായിരുന്നു. ഷിറാസിൽ വെച്ചിട്ടാണ് കൊന്നത്. അവിടുത്തെ ഷിറാസ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരുന്നു. ഗ്യാസ് വാതകം, എന്തോ വാതകം അല്ലെങ്കിൽ റേഡിയേഷൻ പോയിസണിങ് ആണ് കാരണം. അത് മൊസാദാണോ ചെയ്തതെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഉറക്കത്തിൽ പുക ശ്വസിച്ചിട്ടാണ് മരിച്ചത് അദ്ദേഹം. അപ്പോൾ ഇസ്രയേലല്ല, ഇറാൻ്റെ റെവല്യൂഷണറി ഗാർഡാണ് കൊന്നതെന്ന് സഹോദരി മെഹബൂബ പറയുന്നുണ്ട്. അങ്ങനെ ഇറാൻ തന്നെ കൊല്ലണം എന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താ? അപ്പോൾ സഹോദരി മെഹബൂബ പറയുന്നത് ഈ ആണവ പരിപാടിക്ക് ഞാനില്ല, ഇവിടെ ഈ മേഖലയിൽ ഇത് സംഘർഷം ഉണ്ടാക്കും, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോൾ കൊന്നതാണ് എന്നാണ് സഹോദരിയുടെ വാദം. അതുകൊണ്ട് നമ്മൾ പട്ടികയിലൊരു സംശയാസ്പദ കഥാപാത്രമായിട്ട് ആ ശാസ്ത്രജ്ഞനെ വയ്ക്കുക. 2010 ജനുവരി 12 മുഹമ്മദിയെ കൊന്നത്. ക്വാണ്ടം ഫീൽഡ് തിയറിസ്റ്റ് ആയിരുന്നു ആ ശാസ്ത്രജ്ഞൻ. റിമോട്ട് കൺട്രോൾ ബോംബ്, ഒരു ബൈക്കിനോട് അറ്റാച്ച് ചെയ്ത റിമോട്ട് കൺട്രോൾ ബോംബ് കൊണ്ട് ടെഹ്റാനിലാണ് കൊന്നത്. അതായത് ഈ ബൈക്കിൽ റിമോട്ട് കൺട്രോൾ, പിന്നെ അറ്റാച്ച് ചെയ്യും മാഗ്നറ്റിക് ബോംബ്, എന്നിട്ട് റിമോട്ട് കൺട്രോൾ ഡിറ്റനേറ്റ് ചെയ്യുന്നത് ബൈക്കിൽ നിന്നാണ്. അങ്ങനെയാണ് കൊന്നത്. 2010 നവംബർ 29 ആണ് ഷഹരിയാരിയെ ആക്രമിക്കുന്നത്. അദ്ദേഹം ന്യൂക്ലിയർ എഞ്ചിനീയറാണ്. ബൈക്ക്
ഇങ്ങനെ അത് ആ മാഗ്നറ്റിക് ബോംബ് കൊണ്ടാണ് ഷഹരിയാരിയെ കൊന്നത്. നമ്മളത് നേരത്തെ പറഞ്ഞതാണ്. 2010 നവംബർ 29 അബ്ബാസിയെ ആക്രമിക്കുന്നത്. ന്യൂക്ലിയർ ഫിസിക്സിൽ വിദഗ്ധനായിരുന്ന ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം, പ്രൊഫസർ. അത് ബൈക്കിൽ നിന്ന് ബോംബ് അറ്റാച്ച് ചെയ്തിട്ടാണ്. പക്ഷേ ഈ അബ്ബാസി മരിച്ചില്ല, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 2011 ജൂലൈ 23 റോസ നിജാദിനെ കൊല്ലുന്നത്. അദ്ദേഹം ന്യൂട്രോൺ ട്രാൻസ്പോർട്ട് അതിൽ വിദഗ്ധനായിരുന്നു. ബൈക്കിൽ ഈ തോക്കുധാരികൾ വന്ന് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. റോഷനെ കൊല്ലുന്നത് 2012 ജനുവരി 11 യുറേനിയം എൻറിച്ച്മെൻറ്റിൽ സമ്പുഷ്ടമാക്കുന്നതിൽ വിദഗ്ധനായിരുന്നു. ബൈക്കിൽ ആളുകളെത്തി കാറ് അറ്റാച്ച് ചെയ്യുന്ന മാഗ്നറ്റിക് ബോംബ് വഴിയാണ് കൊന്നത് ടെഹ്റാനിൽ. പിന്നെ ഫക്രി സാദെ, അദ്ദേഹം മൊത്തം ആണവ പരിപാടിയുടെ മേധാവിയായിരുന്നു. ഫക്രി സാദെ അദ്ദേഹത്തിന് റിമോട്ട് കൺട്രോൾ മെഷീൻ ഗൺ കൊണ്ടാണ് വെടിവെച്ച് കൊല്ലുന്നത്. ഡമാവാൻറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ സംഭവം ഉണ്ടായത്. ഫക്രി സാദെ അവരുടെ മറ്റേ പട്ടാളത്തിൽ തന്നെ അംഗമായിരുന്ന ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ഇതിൽ ഈ ഇറാൻകാരെ തന്നെയാണല്ലോ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ അറസ്റ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ മജീദ് ജമാലി ഫാഷി എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. അയാൾ ചെയ്ത കാര്യങ്ങൾ സമ്മതിച്ചിരുന്നു, അയാളെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. മൊസാദിൻ്റെ ചാരനായിരുന്നു എന്ന് സമ്മതിച്ചിരുന്നു. മാസിയാർ ഇബ്രാഹിമി എന്ന് പറഞ്ഞൊരു പ്രതിയെ, അയാളുടെ പേര് കോഡ് മൊസാദിലെ പേര് അമീർ റിയാൽ എന്നായിരുന്നു, അയാളെ വിട്ടയച്ചു. അയാൾ ചാരനെന്ന് സമ്മതിച്ചിരുന്നില്ല, മൊസാദിന് വേണ്ടി പ്രവർത്തിച്ചു. ഷഹരിയാരിയെ കൊന്നത്, ശാസ്ത്രജ്ഞനെ കൊന്നത് ആരാഷ് കെർഹാസ്കിഷ് എന്ന് പറഞ്ഞ ഇറാൻകാരൻ തന്നെയായിരുന്നു. അത് കാറിൻ്റെ വലത് ഡോറിലാണ് ബോംബ് അറ്റാച്ച് ചെയ്തത് എന്ന് പറഞ്ഞിരുന്നു. അബ്ബാസിയും ഷഹരിയാരിയും ഒരേ സർവകലാശാലയിൽ ജോലി ചെയ്തിരുന്നവരാണ്. അവർ രാവിലെ കണ്ട് പരസ്പരം സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നിട്ടാണ് ആക്രമണത്തിന് ഇരയായത്. റോസി നിജാദിനെ കൊന്നത് പുതിയ മൊസാദിൻ്റെ മേധാവി താമിർ പർദോ വന്ന ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഓപ്പറേഷനായിട്ടാണ് ആ ശാസ്ത്രജ്ഞൻ്റെ കൊലപാതകം ഉണ്ടായത്. റോഷനെയും മാഗ്നറ്റൈസ്ഡ് സ്ഫോടകം കൊണ്ടായിരുന്നു. അത് മുഹമ്മദിയുടെ മരണവാർഷികത്തിലാണ് അദ്ദേഹത്തിനെ കൊന്നത്. അപ്പോൾ ഇങ്ങനെ ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെടുമ്പോൾ പല ശാസ്ത്രജ്ഞന്മാരും ജീവനിൽ പേടിയുള്ളത് കൊണ്ട് ഞങ്ങളിനി ഈ പരിപാടിക്കില്ല, അതായത് ആണവ ബോംബുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണത്തിന് ഇവർ തയ്യാറാവില്ല, ഞങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് വേറെ ജീവിതമൊക്കെ തേടി പോയതായിട്ടാണ് കഥ. എന്തായാലും ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം, വ്യത്യസ്തമായ ഒരു കഥയുമാണ് സാറ് പ്രേക്ഷകരുടെ പങ്കുവച്ചത്. എന്തായാലും മൊസാദിൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ കഥകൾ നമുക്ക് വരും ദിവസങ്ങളിലും കൂടുതൽ ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.